കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടിയിൽ ഒരു മുസ്ലിമായ സഹോദരൻ സ്വന്തം ഉമ്മയെ അറുത്തു കൊന്ന വാർത്തയാണ്. മാതാവിനെ അറുത്തു കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യം മറ്റെന്താണ്? നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരാണ് എന്നത് അതിനേക്കാൾ ഗൗരവമാണ്. 24 വയസ്സുള്ള ആഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മയക്കുമരുന്നിന് അടിമയായി തന്റെ പ്രിയപ്പെട്ട 52 വയസ്സുള്ള തനിക്ക് ജന്മം നൽകിയ മാതാവ് സുബൈദയെ ഒരു കൊടുവാള് കൊണ്ട് അറുത്തു കൊന്നു. ആശുപത്രിയിൽ പോലും കൊണ്ടുപോയിട്ട് കാര്യമില്ലാത്ത വിധം കഴുത്ത് വേർപെട്ടു പോയി എന്നാണ് പറയുന്നത്. ഉമ്മ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിന്റെ അല്ലെങ്കിൽ ഉമ്മയുടെ ഗൗരവം എന്താണെന്ന് പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എല്ലാ മതങ്ങളും മാതാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അത്ര വലിയ പ്രാധാന്യമുള്ള മാതാവിനെ ഇങ്ങനെ അറുകൊല ചെയ്യുക എന്ന് പറയുമ്പോൾ ഭൂമുഖത്ത് തുല്യതയില്ലാത്തൊരു വസ്തുവാണ് മാതാവ്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് ആ കുട്ടിക്ക് ആ ബോധമുണ്ടായില്ല. മതപരമായ ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ആ കുട്ടി മയക്കുമരുന്നിന്റെ അടിമയായി മാറി. ഞാൻ മനസ്സിലാക്കുന്നു ചെറുപ്പത്തിലെ മതവിദ്യ വേണ്ട വിധം ലഭിച്ചില്ല. നല്ല ഒരു പണ്ഡിതന്റെ ഉപദേശം ആ കുട്ടിക്ക് ലഭിക്കുവാൻ അവസരമുണ്ടായില്ല എന്നതാണ് അതിന്റെ കാരണം. ഒരുപക്ഷെ ഇപ്പോഴവൻ ഖേദിക്കുന്നുണ്ടാകും. ജയിലറയിൽ അകപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. നിയമത്തിന്റെ ഗുരുക്കിൽ നിന്നൊരു പക്ഷേ അവന് രക്ഷപ്പെട്ടു പോരാൻ പഴുതുകളുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും കൊടും കുറ്റമാണ് അവൻ ചെയ്തത്. സ്വന്തം മാതാവ് എന്ന് പറഞ്ഞാൽ മാതാവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചെറിയ വാചകം, ഹുമാ ജന്നതുക